പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് പതിവ് പോലെ പത്രവാർത്തകളിൽ തുടങ്ങാം. പ്രധാന പത്രങ്ങളിലെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ, ലീഡ് വാർത്തകൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ശശി തരൂർ തന്നെയാണ് ഇന്ന് പ്രധാനപ്പെട്ട വാർത്തയായി മനോരമ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒപ്പം മാതൃഭൂമിയുടെയും പ്രധാനപ്പെട്ട വാർത്തയും അതുതന്നെയാണ്. മാതൃഭൂമിയുടെ തലക്കെട്ട് തുറന്ന യുദ്ധമെന്നാണ്. മലയാള മനോരമയുടെ തലക്കെട്ട് ഇടഞ്ഞു തന്നെ എന്നാണ്. മാധ്യമത്തിലേക്ക് വന്നാൽ തുറന്ന പോര് എന്നാണ്. ദേശാഭിമാനിയിലേക്ക് വന്നാൽ ഇനിയും പ്രതിപക്ഷത്തിരിക്കുമെന്നുള്ളതാണ്. അങ്ങനെ വ്യത്യസ്ത ലീഡുകൾ തരൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പത്രങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പോകാം. ഓരോന്നിൻ്റെയും ആംഗിൾ എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കോൺഗ്രസ് രൂക്ഷ വിമർശനവുമായി ശശി തരൂരിൻ്റെ അഭിമുഖം. ഇടഞ്ഞു തന്നെ. സംസ്ഥാനത്ത് നേതൃത്വമില്ല. പുറത്തുള്ള വോട്ടുകളില്ലെങ്കിൽ മൂന്നാം വട്ടവും പ്രതിപക്ഷത്താണ് എന്ന് ശശി തരൂർ പറയുന്നു. നിരാശ വർക്കേഴ്സ് എന്ന പേരിൽ ഒരു കാർട്ടൂൺ കൂടി പത്രം ആദ്യ പേജിൽ തന്നെ നൽകുന്നുണ്ട്. കേരളത്തിൽ കോൺഗ്രസിന് നല്ല നേതൃത്വമില്ലെന്ന് ശശി തരൂർ. എല്ലാവരും ഒരു കവുങ്ങിൽ നിന്ന് വേറൊരു കവുങ്ങിലേക്ക് ശശി തരൂർ മാറുന്നു. മറുഭാഗത്ത് നേതാക്കൾ ഇങ്ങനെ കവുങ്ങ് കയറാൻ നിൽക്കുന്ന വാർത്തയും ഒരു കാർട്ടൂണും പത്രത്തിലുണ്ട്. ഇംഗ്ലീഷ് മാധ്യമവുമായി 45 മിനിറ്റ് സംഭാഷണമാണ് നടത്തിയത്. അതിലെ 2 വാചകങ്ങൾ ചേർത്ത് തലക്കെട്ടാക്കിയാൽ അർത്ഥം തന്നെ മാറിപ്പോകും. ഈ മാസം 26-നാണ് പോഡ്കാസ്റ്റ് ഇറങ്ങുന്നത്. അതിൽ നിന്ന് അവർ ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടാക്കുമെന്ന് കരുതിയില്ല. കേരളത്തെ മെച്ചപ്പെടുത്താനുള്ള അവസരം സ്വീകരിക്കാൻ തയ്യാറാണെന്ന സന്നദ്ധതയാണ് ഞാൻ പ്രകടിപ്പിച്ചത് എന്നാണ് ശശി തരൂർ പറയുന്നത്. ഐ ഹാവ് അതർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞതാണ് ഇന്നലെ ചർച്ചാ വിഷയമായത്. കേരളം തിരഞ്ഞെടുപ്പുകളിലേക്ക് കടക്കാനിരിക്കെ സംസ്ഥാന കോൺഗ്രസിൽ കോളിളക്കമുണ്ടാക്കി പ്രവർത്തക സമിതി അംഗം ശശി തരൂരിൻ്റെ അഭിമുഖം. പരമ്പരാഗതമായി ലഭിക്കുന്നവയ്ക്ക് പുറമെ പുറത്തുള്ള വോട്ടുകൾ കൂടി ആകർഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തുടർച്ചയായി 3-ാം തവണയും പാർട്ടിക്ക് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്നും സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ അഭാവമുണ്ടെന്ന ചിന്ത ഒട്ടേറെ പ്രവർത്തകർക്കുണ്ടെന്നും ഇംഗ്ലീഷ് മാധ്യമത്തിന്റെ പോഡ്കാസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് വിടുന്നത് ശരിയാണെന്ന് താൻ കരുതുന്നില്ലെന്നും പാർട്ടിക്ക് പുറത്ത് സ്വതന്ത്രനായി നിൽക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുമുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. ഭാവി നീക്കങ്ങൾ സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്കും അദ്ദേഹം തുടക്കമിട്ടു. ഈ മാസം 18-ന് ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് മുൻപാണ് പോഡ്കാസ്റ്റിനുള്ള അഭിമുഖത്തിൽ തരൂർ പങ്കെടുത്തത്. കോൺഗ്രസിന് അതൃപ്തി, CPM ആവേശത്തിൽ എന്നാണ് പത്രം പറയുന്നത്. ഇനി മാതൃഭൂമിയിലേക്ക് വന്നാൽ മാതൃഭൂമിയിൽ തുറന്ന യുദ്ധം എന്ന തലക്കെട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ അഭിമുഖത്തിൽ പറഞ്ഞത് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ 18-ാം തീയതിയാണ് രാഹുൽ ഗാന്ധിയെ കാണുന്നത്. വെടിനിർത്തലിന് മുൻപ് കൊടുത്ത പോഡ്കാസ്റ്റാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. സ്വന്തം പാളയത്തിലേക്ക് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ വീണ്ടും വെടിപൊട്ടിച്ചതോടെ കരുതലോടെ നീങ്ങാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്നാണ് മാതൃഭൂമി പത്രം പറയുന്നത്. ഇല്ലെങ്കിൽ മുന്നിൽ വേറെ വഴികളുണ്ടെന്നും പാർട്ടി അടിത്തറ വിപുലീകരിച്ചില്ലെങ്കിൽ തുടർച്ചയായി 3-ാമതും പ്രതിപക്ഷത്താകുമെന്നും തരൂർ പറഞ്ഞതാണ് കോൺഗ്രസിനെ വീണ്ടും വെട്ടിലാക്കിയത്. തരൂരിന് ശക്തി പകരേണ്ട എന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഏപ്രിലിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സമ്മേളനം വിളിച്ചു ചേർക്കാൻ AICC ഒരുങ്ങുന്നതിനിടയിൽ തരൂരിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പോകണ്ട എന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾക്ക് പിന്നാലെ നേതാക്കൾ പോകരുതെന്ന സൂചന സംസ്ഥാന നേതൃത്വത്തിനും AICC നൽകിയേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനവും സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടവും തരൂർ മുൻപ് പ്രകീർത്തിച്ചിരുന്നു. പാർട്ടിയുടെ പരിധിയിൽ ഒതുങ്ങാൻ തയ്യാറല്ല എന്ന വ്യക്തമായ സൂചന നൽകുന്ന തരൂർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നയിക്കാൻ തന്നെ പോലൊരാളാണ് കേരളത്തിൽ വേണ്ടതെന്നും ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാണ് പത്രം പറയുന്നത്. മാധ്യമത്തിൽ ഈ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത് കോൺഗ്രസിന് വേണ്ടെങ്കിൽ മറ്റു വഴികളുണ്ടെന്ന് വെല്ലുവിളിച്ച് തരൂർ. മുസ്ലിം ലീഗിന് അതൃപ്തി, വാതിൽ തുറന്നിട്ട് CPM, കരുതലോടെ കോൺഗ്രസ് എന്നാണ്. സുധാകരന്റെ KPCC പ്രസിഡന്റിന്റെ പരാമർശവും കൊടുത്തിട്ടുണ്ട്. തരൂരിന്റെ പരാമർശങ്ങളിൽ തീരുമാനം ഹൈക്കമാൻഡ് തലത്തിലാണ് ഉണ്ടാകേണ്ടത്. എങ്കിലും തരൂർ അതിര് കടക്കരുത് എന്നാണ് ഇന്നലെ സുധാകരൻ പറഞ്ഞത്. ചുരുക്കത്തിൽ കോൺഗ്രസിനെ ഒന്നാകെ വെട്ടിലാക്കിയതാണ് തരൂരിൻ്റെ ഈ പോഡ്കാസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ. 45 മിനിറ്റോളം ഉണ്ടെങ്കിലും 2 പ്രധാനപ്പെട്ട വാചകങ്ങളാണ് അപകടകരമായി തീർന്നത്. ഒന്ന്, പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. കോൺഗ്രസ് തന്നെ പരിഗണിക്കുന്നില്ലെങ്കിൽ തനിക്ക് മറ്റു ഓപ്ഷനുകളുണ്ട്. ഐ ഹാവ് അതർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞതും ഒരു പ്രധാനപ്പെട്ട വിഷയമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇത് തരൂർ വാർത്ത മാറ്റി നിർത്തിയാൽ പിന്നെ പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇന്നലെ കാട്ടാനക്കലിയിൽ ആറളത്ത് ആദിവാസി ദമ്പതികൾ കൊല്ലപ്പെട്ട വാർത്തയാണ്. ചവിട്ടിയരച്ചു 2 ജീവൻ കൂടി എന്നാണ് മനോരമ തലക്കെട്ടിട്ടിരിക്കുന്നത്. പ്രതിഷേധവുമായി നാട്ടുകാർ മൃതദേഹങ്ങൾ തടഞ്ഞുവെച്ചു. കാട്ടാനക്കലിയിൽ 2 ജീവനുകൾ കൂടി പൊലിഞ്ഞു. ആറളം ഫാം പുനരധിവാസ മേഖലയിലെ 13-ാം ബ്ലോക്കിൽ കശുവണ്ടി ശേഖരിച്ചു മടങ്ങുകയായിരുന്ന ആദിവാസി ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കൊന്നു. അമ്പലക്കണ്ടി പ്രദേശത്തെ പ്ലോട്ട് നമ്പർ 1542-ൽ താമസിക്കുന്ന വെള്ളി 80 വയസ്സ്, ഭാര്യ ലീല 75 വയസ്സ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇരുവരും സംഭവസ്ഥലത്തു തന്നെ മരിച്ചു. മൃതദേഹങ്ങൾ ചവിട്ടി അരച്ച നിലയിലാണ്. രാത്രി വൈകിയും ഇവിടെ നിന്ന് കാട്ടാനക്കൂട്ടം ഒഴിഞ്ഞു പോയിട്ടില്ല. ആദിവാസികളെ താമസിപ്പിച്ചെടുത്ത് ആന വിളയാട്ടമാണ്. ആറളം ഫാമിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം എത്രയാണെന്നറിയാമോ? 14 ആയിട്ടുണ്ട്.
ഇതിൽ 10 മരണവും പുനരധിവാസ മേഖലയിലാണ്. ആന ഒഴിയാത്ത അവസ്ഥയാണ് ഇവിടെ. ഫെൻസിംഗ് തകർത്താണ് ആനകൾ ഫാമിൽ തമ്പടിക്കുന്നത്. ആനമതിലിൻ്റെ പണി നടക്കുന്നതേയുള്ളൂ, ഇതുവരെ പൂർത്തിയായിട്ടില്ല. നമ്മുടെ മെക്സിക്കോയിലെ അതിർത്തി മതിൽ പണിയുന്നത് പോലെയാണ് ഇവിടെ ആറളത്തെ ആനമതിൽ. രോഷാകുലരായ നാട്ടുകാർ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകാൻ അനുവദിക്കാതെ തടഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. നഷ്ടപരിഹാരമായി 20 ലക്ഷം രൂപ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മനോരമയിൽ മറ്റൊരു വാർത്തയുള്ളത് തെലങ്കാന തുരങ്ക അപകടത്തിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് തൊട്ടരികെ എത്തിയിരിക്കുകയാണ് രക്ഷാസംഘം. പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് വെള്ളക്കെട്ടാണ്, ചെളിയുമാണ് എന്ന് പറയുന്നു. 14 കിലോമീറ്റർ അകലെയായിരുന്നു തൊഴിലാളികൾ കുടുങ്ങിക്കിടന്നത്. രക്ഷാപ്രവർത്തനത്തിന് 138 അംഗങ്ങളും 24 സൈനികരുമുണ്ട്. രക്ഷാപ്രവർത്തകർ ഇപ്പോൾ 13.8 കിലോമീറ്റർ അടുത്തുവരെ എത്തിയിട്ടുണ്ട് എന്നാണ് ഇന്ന് രാവിലെ നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരു 200 മീറ്ററുടെ മുന്നോട്ട് പോയാൽ നമുക്ക് 8 പേരെയും രക്ഷിച്ചെടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ 46 മണിക്കൂറായി അവർ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ആ തുരങ്കത്തിനുള്ളിൽ പെട്ടിരിക്കുകയാണ്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന്റെ വാർത്തയും മനോരമ ആദ്യ പേജിൽ തന്നെ നൽകുന്നു. കോഹ്ലി ക്ലാസിക് എന്നാണ് തലക്കെട്ട്. ഏകദിന ക്രിക്കറ്റിൽ 14,000 റൺസ് തികയ്ക്കുന്ന മൂന്നാമത്തെ താരമായി മാറി. പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് 6 വിക്കറ്റ് വിജയം. വിരാട് കോഹ്ലിക്ക് 100 റൺസ്. സെഞ്ചുറിയും ഇന്ത്യയുടെ വിജയ റൺസും ഒരുമിച്ച് നേടിയതിനു ശേഷം കോഹ്ലിയുടെ ആഹ്ലാദ പ്രകടനം. അവിടുന്ന് രോഹിത് ശർമ്മയ്ക്ക് ബാറ്റ് വീശി പറയുന്നുണ്ടായിരുന്നു നമ്മളുടെ വിരാട് കോഹ്ലി. പ്രിയപ്പെട്ടവരെ, മാതൃഭൂമിയിലേക്ക് എത്തിയാൽ ഈ വാർത്തകൾക്ക് പുറമെ CPM രേഖ ചൂടുപിടിച്ച് ഫാസിസ്റ്റ് വ്യാഖ്യാനം എന്ന വാർത്ത കൂടി മാതൃഭൂമിയുടെ ആദ്യ പേജിലെ പ്രധാന വാർത്തയാണ്. പരിഹസിച്ച് കോൺഗ്രസ്, അഭിനന്ദിച്ച് BJP, തിരുത്തിക്കാൻ CPI. എന്താ സംഭവം? മോദി സർക്കാരിനെ ഫാസിസ്റ്റ് ഭരണകൂടമെന്ന് വിളിക്കാനാകില്ലെന്ന CPM കേന്ദ്ര നേതൃത്വത്തിന്റെ രേഖയുടെ പേരിൽ ചൂടുപിടിച്ച് രാഷ്ട്രീയ ചർച്ച. CPMനെ കുറ്റപ്പെടുത്തി കോൺഗ്രസും അഭിനന്ദിച്ച് BJPയും രംഗത്തെത്തി. അതേസമയം മുൻ നിലപാടിൽ ഒരു മാറ്റവുമില്ലെന്നും കരട് രാഷ്ട്രീയ പ്രമേയത്തിലെ ഒരു പദാവലിക്കുള്ള വിശദീകരണം മാത്രമാണ് രേഖയിലുള്ളതെന്നുമാണ് CPMന്റെ മറുപടി. ഇതിനിടെ CPM തിരുത്തണമെന്ന ആവശ്യവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തെത്തി. BJP പുരോഗമന പാർട്ടിയാണെന്ന് CPM എന്ന് പറയുമെന്നാണ് ഇനി കാത്തിരിക്കുന്നതെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചിട്ടുണ്ട്. മോദി സർക്കാരിനെ ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്നവരാണ് അപഹാസ്യരാവുന്നതെന്നും CPMന് വൈകിയാണ് ബോധോദയം ഉണ്ടായതെന്നും MT രമേശ് BJP ജനറൽ സെക്രട്ടറിയും പറഞ്ഞു. യഥാർത്ഥത്തിൽ ഫാസിസ്റ്റ് സ്വഭാവത്തോടു കൂടിയ ഭരണകൂടം എന്നതായിരിക്കാം CPM ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പൂർണ്ണമായും അതൊരു ഫാസിസ്റ്റ് പാർട്ടിയല്ല, അല്ലെങ്കിൽ ഫാസിസത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് CPMന്റെ പഴയ നയം തന്നെയാണ്. ആനക്കലിയുടെ വാർത്തയും മാതൃഭൂമി ആദ്യ പേജിൽ നൽകുന്നു. സമാധാനം അകലെ എന്ന തലക്കെട്ടോടുകൂടി ഒരു വാർത്തയും ചിത്രം നൽകുന്നുണ്ട്. റഷ്യയിലെ യുക്രൈൻ അധിനിവേശത്തിന്റെ 3ാം വാർഷികത്തിന്റെ ഭാഗമായി റൊമാനിയയിലെ ബുക്കാറസ്റ്റിലുള്ള യുക്രൈൻകാർ ഞായറാഴ്ച നടത്തിയ അനുസ്മരണത്തിൽ വി ഡിസർവ് അവർ ചൈൽഡ്ഹുഡ് ആൻഡ് ടോയ്സ് നോട്ട് ട്രെഞ്ചസ് എന്ന ഒരു ബാനർ എഴുതിയ ഒരു കുട്ടി നിൽക്കുന്ന ചിത്രമുണ്ട്. മനോഹരമായ ചിത്രമാണ്. പലപ്പോഴും യുദ്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ ജീവൻ നഷ്ടപ്പെടുന്നതും ജീവിതം തകർക്കപ്പെടുന്നതും കുഞ്ഞുങ്ങളുടേതാണ്. അവർക്ക് ജീവിക്കാൻ ഇനി ഒരു ഇന്നിങ്സ് കൂടിയുണ്ട്. നമ്മൾ ഇന്നിങ്സിൻ്റെ അവസാനത്തെ ലാപ്പിലാണ്. യുദ്ധം ചെയ്യുന്നവർ പലപ്പോഴും ഓർമ്മിക്കാറില്ല. എന്തായാലും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അനായാസം ഇന്ത്യ എന്ന തലക്കെട്ടോടുകൂടി ICC ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ പാകിസ്ഥാനെതിരെ സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലിയും ശ്രേയസ് അയ്യരും ബാറ്റിങ്ങിനിടെ ഉള്ള ഒരു ദൃശ്യം കൂടി മാതൃഭൂമി പത്രം ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നു. ദേശാഭിമാനിയിലേക്ക് എത്തിയാൽ ദേശാഭിമാനി തരൂരിൻ്റെ വാർത്തയെ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇനിയും പ്രതിപക്ഷത്തിരിക്കും എന്നുള്ളതാണ് തലക്കെട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിന് തന്നെ വേണ്ടെങ്കിൽ മുന്നിൽ മറ്റു വഴികളുണ്ട്. സർക്കാർ നല്ലത് ചെയ്യുമ്പോൾ അഭിനന്ദിക്കും. കേരളത്തിൽ കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ അഭാവമുണ്ട്. തരൂർ കൊട്ടാര വിദൂഷകൻ. കോൺഗ്രസ് 3ാമതും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ ശശി തരൂരിനെതിരെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ ഒളിയമ്പ്. കേരളത്തിൽ ഇപ്പോൾ ചില രാജദാസന്മാർ ഇറങ്ങിയിട്ടുണ്ടെന്നും രാജാവിനെ തൃപ്തിപ്പെടുത്താൻ കൊട്ടാരത്തിലെ വിദൂഷകരെ പോലെ അവർ പാട്ടുപാടുമെന്നുമാണ് തരൂരിനെ ലക്ഷ്യമിട്ട് KC വേണുഗോപാലിൻ്റെ പരിഹാസം എന്ന് പറയുന്നു. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന തലക്കെട്ടോടുകൂടി ഒരു കാർട്ടൂണും പത്രം ആദ്യ പേജിൽ തന്നെ നൽകുന്നുണ്ട്. വ്യവസായങ്ങൾ സമയബന്ധിതമായി യാഥാർത്ഥ്യമാക്കും എന്ന് P രാജീവ് പറഞ്ഞു. ആഗോള നിക്ഷേപ സംഗമം, അതും ദേശാഭിമാനി വലിയ വാർത്തയായി ആദ്യ പേജിൽ തന്നെ നൽകുന്നു. ഇന്ത്യ സെമിയിലേക്ക് പ്രവേശിച്ചതിൻ്റെ ഫോട്ടോയും ദേശാഭിമാനി പത്രം ആദ്യ പേജിൽ നൽകുന്നുണ്ട്. മാധ്യമത്തിലേക്ക് എത്തിയാൽ മാധ്യമത്തിൽ തരൂർ വാർത്തയും കാട്ടാനക്കലിയുടെ വാർത്തയും ഒഴിച്ചു നിർത്തിയാൽ റെയിൽപാളത്തിൽ ടെലിഫോൺ പോസ്റ്റ് വെച്ചതിൽ അട്ടിമറി ശ്രമമെന്നാണ് പോലീസ് പറയുന്നത്. പ്രതികളെ INA റെയിൽവേ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിട്ടുണ്ട്. മുണ്ടക്കൈ പുനരധിവാസത്തിൽ ഭൂരിഭാഗം കുടുംബങ്ങളും പട്ടികയ്ക്ക് പുറത്താണ് എന്ന് പറയുന്നു. 2ാം ഘട്ട പട്ടികയിൽ 81 കുടുംബം മാത്രം. 1023 കുടുംബങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടിട്ടും പട്ടികയിൽ ആകെ ഇടം നേടിയത് 323 കുടുംബങ്ങൾ മാത്രമാണ് എന്ന് മാധ്യമം പത്രവും ആദ്യ പേജിൽ നൽകുന്നു. ഇതൊക്കെയാണ് ഇന്ന് പ്രധാനമായിട്ടും നിലനിൽക്കുന്ന വാർത്തകൾ. ഇനി ഹിന്ദു പത്രത്തിലേക്ക് പോയാൽ ഹിന്ദു പത്രത്തിലെ ലീഡ് വാർത്തകൾ നമുക്ക് നോക്കാം.
ഹിന്ദു തരൂരിൻ്റെ വാർത്തയും ദ ഹിന്ദു പത്രം ആദ്യ പേജിൽ വലിയ പ്രാധാന്യത്തോടു കൂടി നൽകുന്നുണ്ട്. തരൂർ ഫ്ലാഗ്സ് ആബ്സെൻസ് ഓഫ് ലീഡർ ഇൻ കോൺഗ്രസ് സ്റ്റേറ്റ് യൂണിറ്റ് ടോപ്പ് ഓഫ് സ്പീഡ്. തരൂര് ഈ കേരളത്തിലെ കോൺഗ്രസിൽ നേതൃത്വ അഭാവമുണ്ട് എന്ന് പറഞ്ഞതാണ് ലീഡ് വാർത്തയായി നൽകിയിരിക്കുന്നത്. ഒപ്പം തെലങ്കാനയിലെ ടണലിൽ കുടുങ്ങിയ നാഗർകുർണൂരിലെ ടണലിൽ കുടുങ്ങിയ മനുഷ്യരുടെ വാർത്തയും പത്രം ആ ടണലിനുള്ളിൽ നിന്നുള്ള ഒരു ചിത്രസഹിതം പങ്കുവയ്ക്കുന്നുണ്ട്. റെസ്ക്യൂ ടീം യെറ്റ് ടു കോൺടാക്ട് വർക്കേഴ്സ് ട്രാപ്ഡ് ഇൻ ടണൽ എന്നാണ് ദ ഹിന്ദു പത്രം പറയുന്നത്. ഒപ്പം ആറളം ഫാമിൽ രണ്ട് ആദിവാസി ദമ്പതികൾ കൊല്ലപ്പെട്ട വാർത്തയും ദ ഹിന്ദു പത്രം എൽഡർലി കപ്പിൾ കിൽഡ് ഇൻ വൈൽഡ് എലിഫന്റ് അറ്റാക്ക് ഓൺ ആറളം ഫാം റെസിഡൻസ് സ്റ്റേജ് പ്രൊട്ടസ്റ്റ് എന്ന വാർത്തയായി നൽകുകയും ചെയ്തു. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളായി നിറഞ്ഞു നിൽക്കുന്നത്. തരൂരുണ്ട്, ആനക്കലിയുണ്ട്, ഒപ്പം തെലങ്കാനയിലെ ടണലിൽ എന്ത് സംഭവിച്ചു എന്നറിയണം. ഒപ്പം വത്തിക്കാനിൽ മാർപ്പാപ്പയുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. വൃക്കകളിലേക്ക് അണുബാധ ബാധിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നുണ്ട്. ഇതൊക്കെ പ്രധാനപ്പെട്ട വാർത്തകളായി മാറും. ഒപ്പം റിപ്പോർട്ടർ TV ഇന്ന് പ്രധാനപ്പെട്ട ചില വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് നമ്മുടെ വാർത്തായാത്ര തുടങ്ങാം.